എന്താണ് റജബ് എന്ന് മനസ്സിലാക്കുക, എന്താണ് മിഅ്റാജ് എന്ന് മനസ്സിലാക്കുക. റജബുൽ ശഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസം. എന്താണ് ഈ അല്ലാഹുവിന്റെ മാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇത് വളരെ ഗൗരവമായി ചിന്തിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ യഥാർത്ഥ ദീൻ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. കാലങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത് ദീൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അല്ലാതെ കാലം ദീനും തമ്മിൽ ബന്ധമില്ലാത്ത രൂപത്തിലല്ല കാലത്തിന്റെ അതിന്റെ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. റജബ് അല്ലാഹുവിന്റെ മാസമാണ്. അതായത് എന്താണ് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ചിന്തിക്കണം. ഒരു നിലക്ക് നോക്കിയാൽ റമളാൻ അല്ലാഹുവിന്റെ മാസമാണ് എന്നല്ലേ പറയേണ്ടത്. റമളാൻ എന്നത് മിൻ അസ്മാഇല്ലാഹ്, അല്ലാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ്. ദോഷങ്ങളെ കരിച്ചു തരുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. മുഹർരിഖുദ് ദുനൂബ് എന്ന അർത്ഥത്തിൽ ആണ് റമളാൻ എന്ന വാക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് 6-ാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദായ ഫഖ്റുർ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ കബീറിൽ ബഹുമാനപ്പെട്ട പരിശുദ്ധ അൽ ബഖറ അധ്യായത്തിന്റെ 185-ാമത്തെ ആയത്തിൽ ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് റമളാനുല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറയാതെ ശഹ്റു റമളാനല്ലദീ എന്ന് പറയാൻ ശഹ്ർ മുന്തിക്കാനുള്ള കാരണം എന്ത് എന്നതിന് മറുപടിയായി ബഹുമാനപ്പെട്ട അല്ലാമ റാസി തങ്ങൾ പറയുന്നത്, അവരൊരു വാക്ക് പറഞ്ഞാൽ അത് തഫ്സീറിന്റെ ലോകത്ത് വളരെ പ്രാമാണികമായ വാക്കാണ്. എന്തുകൊണ്ട്? ഒന്ന്, അവർ മുജദ്ദിദുൽ ഉമ്മയ, ഓരോ നൂറ്റാണ്ടിലും മുജദ്ദിദീങ്ങൾ വരും. ഇസ്ലാമിനെ വലിയ വലിയ ശത്രുക്കൾ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ അഖീദയെയും ഫിഖ്ഹിനെയും ഇഹ്സാനിനെയും ആക്രമിച്ച കാലഘട്ടത്തിലാണ് ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി തങ്ങൾ തഫ്സീറുൽ കബീർ എഴുതിയത്. ആ തഫ്സീറുൽ കബീർ രംഗത്ത് വന്നതോടുകൂടെ എല്ലാ ദീനിന്റെ ശത്രുക്കളും മാളത്തിൽ വലിഞ്ഞു പോയി. ഖദരിയത്ത്, മുർജിഅത്ത്, റാഫിദത്ത് പോലെയുള്ള സംഘടനകൾക്ക് പിന്നെ നിൽക്കൽ കള്ളിയില്ലാതാവുകയും അത് തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു എന്നതാണ് ചരിത്രം. മുർജിഅത്തിന്റെ ഒക്കെ വാദഗതികൾ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നില്ല. റാസി നമ്മൾ വായിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ചില ആളുകൾ വാദിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ റാസി നിലവിൽ വരുന്ന കാലത്ത് അവരൊക്കെ വലിയ സംഘങ്ങളായിരുന്നു. ആ സംഘങ്ങളെ ഇമാം റാസി തങ്ങൾ തകർത്ത് കളഞ്ഞു. അവർ ഈ ഉമ്മത്തിന്റെ മുജദ്ദിദാണ്. അല്ലാഹു അവരുടെ ദറജകളെ ഏറ്റിക്കൊടുക്കട്ടെ. അവര് ബഹുമാനപ്പെട്ട അൽ ബഖറ 185-ാമത്തെ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് 183 യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും 184 അയ്യാമ മഅദൂദാത്ത് മുതൽ തുടങ്ങുന്നു. 185 ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അവിടെ ശഹ്ർ എന്ന് പറയുന്നിടത്ത് ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് റമളാൻ എന്ന് തുടങ്ങാത്തത്? റമളാൻ എന്നത് ശഹ്റിനെ ചേർത്ത് പറയാനുള്ള കാരണം റമളാൻ എന്ന വാക്ക് മിൻ അസ്മാഇല്ലാഹ്, അല്ലാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മാണ്, ഒരു നാമമാണ് റമളാൻ എന്നതുകൊണ്ടാണ് ശഹ്റു റമളാൻ. റമളാൻ എന്ന പേരുള്ള മാസത്തെ പറ്റിയാണ് ഇവിടെ സൂചിപ്പിച്ചത് എന്ന് അനുജുപാജവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് റമളാനുല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറയാതെ ശഹ്റു റമളാൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഞാനിത് പറയാനുള്ള കാരണം എന്താ? റജബുൻ ശഹ്റുല്ലാഹ് എന്ന് പറയുമ്പോൾ ഇതിനേക്കാൾ വലുതല്ലേ റമളാൻ ശഹ്റുല്ലാഹ് എന്ന് പറയൽ? കാരണം പിന്നെന്തുകൊണ്ട് റജബുൻ ശഹ്റുല്ലാഹ് എന്ന് പറഞ്ഞു? ഇത് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് ഒരുപാട് ആഴങ്ങൾ മനസ്സിലാവും. എന്താണ് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാവും. എന്തിനാണ് അല്ലാഹു തആല കാലത്തെയും സ്ഥലത്തെയും സൃഷ്ടിയെയും എന്തിനു പടച്ചു? അത് അള്ളാഹുവിന്റെ ജലാലി ജമാലിനെ വെളിവാക്കാൻ വേണ്ടി പടച്ചതാണ്. അള്ളാഹുവിന്റെ ജലാലി ജമാലിനെ, അള്ളാഹുവിന്റെ ജലാലിയത്തിനെയും ജമാലിയത്തിനെയും വെളിവാക്കാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിഘടന നടത്തിയിട്ടുള്ളത്. സൃഷ്ടിയിലൂടെ എന്ത് വെളിവാകും? അള്ളാഹുവിന്റെ ജലാലിയത്ത് വെളിവാകും, അവന്റെ വളർമ്മ. പിന്നെയോ അവന്റെ സൗന്ദര്യം, എല്ലാം അവന്റെ സൗന്ദര്യമാണ്. എല്ലാ സൃഷ്ടികളുടെയും മദ്ഹർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ജമാലിന്റെ മദ്ഹറാണ്. ആ ജമാലിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളുടെ അഴകിനെ പടച്ചിട്ടുള്ളത്. അഥവാ സൃഷ്ടിയും സൃഷ്ടാവും ഒന്നായ അദ്വൈതമല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ വിചാരിക്കരുത്, ദോഷ എതിർക്കുകളും ഉണ്ടാകും. ഇവിടെ സൃഷ്ടിയും സൃഷ്ടാവും ഒന്നായി എന്ന് പറയുകയല്ല. പിന്നെ എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ
പ്രത്യേകമായ അവന്റെ ജമാൽ, ആ ജമാലിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിയാണ് ഈ പ്രപഞ്ചഘടനയുടെ ഈ അഴക് മുഴുവനും. എന്തിനാണ് ഈ കാണുന്നവർക്ക് അള്ളാഹു, ഈ കാണുന്നതിനെല്ലാം അള്ളാഹു തആല ജമാല് കൊടുത്തത് എന്തിന്? ഈ ജമാലിൽ നിന്ന് സൃഷ്ടാവിന്റെ ജമാലിലേക്ക് ജനം ചിന്തിക്കാൻ വേണ്ടിയാണ്. അതിന് ചിന്തിക്കാൻ കഴിയില്ല. ആ ജമാലോ, ആ ജമാൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയില്ല. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ഫമാ ജമാലുഹു യാ റസൂലല്ലാഹ്? അല്ലാഹു ജമീലാണ്, യുഹിബ്ബുൽ ജമാൽ, സൗന്ദര്യം അല്ലാഹുവിന് ഇഷ്ടം. അപ്പോൾ ചോദിച്ച് അല്ലാഹുവിന്റെ ജമാൽ എന്താണ് നബിയെ? അപ്പോൾ ഹബീബ് മറുപടി പറഞ്ഞു, അഹദുൻ സമദുൻ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അതാണ് അല്ലാഹുവിന്റെ ജമാൽ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മനുഷ്യൻ ഇന്നൊരു ചിന്തിക്കാത്ത കാലത്താണ് ജീവിക്കുന്നത്. ആഴം മനുഷ്യന്റെ ചിന്തയിലില്ല. അവിടെയൊക്കെ ഹിജാബ് വന്നുപോയി. ആരുടെ ഹിജാബ്? ഇബ്ലീസിന്റെ ഹിജാബ്. ലഅനത്തുല്ലാഹി അലൈഹി. ومن يعش عن ذكر الرحمن نقيض له شيطانا فهو له قرين എന്നൊരു ആയത്തുണ്ട്. ആ ആയത്തിന് കഴിഞ്ഞ ഒരാഴ്ച ഒരു തഫ്സീർ ഞാൻ പറഞ്ഞിട്ടുണ്ട്, സോഷ്യൽ മീഡിയയിലുണ്ട്. റബ്ബിന്റെ സഹായത്താൽ നാളെ അതിന്റെ 2ാം ഭാഗം പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മളെ ഇന്ന് നിത്യജീവിതത്തിൽ പിശാച് കൂട്ടുകാരനായി നടക്കുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ദിക്റുർ റഹ്മാൻ മനുഷ്യനിൽ നിന്ന് അകന്നു പോയാൽ വമൻ യഅശു അൻ ദിക്രിർ റഹ്മാനി യുഖയ്യിദ് ലഹു ശൈത്താനൻ, യുഖയ്യിദ് ലഹു ശൈത്താനൻ. അല്ലാഹുവിന്റെ ദിക്ർ മനുഷ്യന്റെ ചിന്തയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവന് പിശാചിനെ നാം നിശ്ചയിച്ചത് കൊടുക്കുകയും ആ പിശാച് അവന്റെ കൂട്ടുകാരനായി നിൽക്കുകയും ചെയ്യും എന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. അതല്ല നമ്മുടെ വിഷയം. ഇവിടെ വിഷയം റജബ്, അല്ലാഹുവിന്റെ മാസം എന്നത് എന്താ? അതെന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൃഷ്ടികർമ്മം എല്ലാം നടത്തിയത് അല്ലാഹുവിന്റെ വഹദാനിയത്തിന്റെ ജലാലിയത്തും അതിന്റെ ജമാലിയത്തും സൃഷ്ടികൾക്ക് മുന്നിൽ വെളിപ്പെടുത്താൻ വേണ്ടി. പിന്നെയോ അതിൽ അഭിരമിച്ച സൃഷ്ടികൾ ആനന്ദിക്കുന്ന സന്തോഷം കാണുന്നതിന് വേണ്ടിയാ. ഇനി ഈ ജമാലിയത്തിനെയും ജലാലിയത്തിനെയും ഇവിടെ നിന്ന് ഉൾക്കൊണ്ട നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് അവന്റെ ജമാലിനെ നേരിട്ട് കാണിക്കും. ഈ വിഷയത്തിൽ മുത്തുനബി പറഞ്ഞ ഹദീസ് എന്താ? മുഹമ്മദ് മുസ്തഫ ആ ജമാലിനെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഫമാ ഉതു ശൈഅൻ അഹബ്ബ വഅലദ്ദ ഇലൈഹിം മിനൻ നൗരി ഇലാ വജ്ഹി റബ്ബിഹിമുൽ കരീം എന്ന് മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഇവിടെ നമ്മൾ അല്ലാഹുവിന്റെ വഹദാനിയത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കും. അതിനാണ് ഈ ലോകം പഠിച്ചത്. അത് ആസ്വദിച്ചവർക്ക് അല്ലാഹു തആല ആ വഹദാനിയത്തിന്റെ സൗന്ദര്യം നേരെ കാണിച്ചു കൊടുക്കും. അത് കണ്ടാലോ പിന്നെ സ്വർഗത്തിലെ തീറ്റയും കുടിയും ഒന്നും മനുഷ്യർക്ക് വിഷയം ഉണ്ടാവില്ല. ഫമാ ഉതു ശൈഅൻ അഹബ്ബ വഅലദ്ദ ഇലൈഹിം മിനൻ നൗരി ഇലാ വജ്ഹി റബ്ബിഹിമുൽ കരീം എന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് ഹബീബായ നബി പറയുന്നത് ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ എന്നൊരായത്താണ്. ലില്ലദീന അഹ്സനുൽ ഹുസ്നാ വസിയാദ, നന്മ ചെയ്തവർക്ക് അൽ ഹുസ്ന സ്വർഗവും ഉണ്ട്, വസിയാദ കുറച്ചേറെയും ഉണ്ട്. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, ഫമൻ സിയാദതു യാ റസൂലല്ലാഹ്, എന്താണ് സിയാദ? അതെന്താ ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. അപ്പോൾ ഹബീബ് പറഞ്ഞതാണ് എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗവാസികൾക്ക് സ്വർഗവും ആരാമങ്ങളും രമ്യസൗധങ്ങളും എല്ലാം നൽകിയതിനു ശേഷം പിന്നെ ചോദിക്കും, തുരീദൂന ശൈഅൻ അസ്യദ മിൻഹാ, ഇതിനേക്കാളും വലുത് എന്തെങ്കിലും നിങ്ങൾക്ക് വേണോ? ഫയഖൂലൂൻ, അപ്പോൾ പറയും ലാ യാ റബ്ബനാ, ഒന്നും വേണ്ട, ഒന്നും വേണ്ട റബ്ബേ, ഞങ്ങളെ മുഖം നീ വെളുപ്പിച്ചില്ലേ, ഞങ്ങളെ നീ സ്വർഗത്തിലാക്കിയില്ലേ, വതുൻജിയന അൻ ദാരിൽ ബവാർ, നരകത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തിയില്ലേ, അതുകൊണ്ട് വേറെ ഒന്നും വേണ്ട റബ്ബേ, ഇത് മാത്രം മതി റബ്ബേ എന്ന് സ്വർഗവാസികൾ റബ്ബിനോട് പറയും. ഹിജാബ്, അപ്പോൾ ഉടമക്കാരന്റെ സൗന്ദര്യം കാണാനുള്ള അവസരം അടിമക്കുണ്ടാവുകയും ഉടമക്കാരൻ തന്റെ സൗന്ദര്യത്തിനെയും അടിമയുടെയും ഉടമയുടെയും തമ്മിലുള്ള മറ ഹിജാബ്, ആ മറ നീക്കപ്പെടുകയും ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അവരെന്തുണ്ടാവും? അപ്പോൾ അവർ റബ്ബിനെ അങ്ങനെ കാണും. റബ്ബിനെ കണ്ടാലോ? റബ്ബിനെ കണ്ടാലാണ് നേരത്തെ പറഞ്ഞ ഹദീസ് ഫമാ ഉതു ശൈഅൻ അഹബ്ബ വഅലദ്ദ ഇലൈഹിം മിനൻ നൗരി ഇലാ വജ്ഹി റബ്ബിഹിമുൽ കരീം, റബ്ബിന്റെ ആ വജ്ഹിനെ
കാണുന്നതിനേക്കാൾ വലിയ സൗന്ദര്യം അവർക്കൊന്നും ഉണ്ടാവില്ല. അവർ ബാക്കിയൊക്കെ ഒഴിവാക്കിയിട്ട് അതിന്റെ ആനന്ദത്തിൽ ലയിച്ചുകൊണ്ടാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, രണ്ട് ആനന്ദമാണ്. ഒന്ന് വഹ്ദാനിയത്തിന്റെ മഅരിഫത്തിന്റെ സൗന്ദര്യം, രണ്ട് വഹ്ദാനിയത്തിന്റെ റുഹിയത്തിന്റെ സൗന്ദര്യം. ഇതിനാൽ ചിന്തിക്കണം. ഈ വഹ്ദാനിയത്തിന്റെ മഅരിഫത്ത് ഭൂമിയിൽ നൽകാൻ വേണ്ടി 1,24,000 അംബിയായിനെ പറഞ്ഞയച്ചപ്പോൾ 1,23,999 ആളുകളും ആ വിഷയത്തിൽ സമ്പൂർണമായ പ്രവർത്തനത്തിനുള്ള തൗഫീഖ് ലഭിക്കാതെ പോയി. 1,24,000 അമ്പിയാക്കന്മാരെ അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിന്റെ സൗന്ദര്യം ഭൂമിയിൽ അറിയിക്കാൻ വേണ്ടി, പ്രപഞ്ചത്തിൽ അറിയിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ളത്. അത് ആസ്വദിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അതങ്ങോട്ട് ആസ്വദിച്ചാൽ സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ വഹ്ദാനിയത്ത് അങ്ങോട്ട് ആസ്വദിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന് ഊണുണ്ടാവില്ല, ഉറക്കുണ്ടാവില്ല. അതുകൊണ്ടാണ് ഊണും ഉറക്കം അതൊന്നുമേ കൂടാതെ ഒരാണ്ടുകാലം പൊറുത്ത് നടന്നോവർ എന്ന് ഗൗസുൽ അഅ്സം മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ. അല്ലാഹു ദറജയേറ്റി കൊടുക്കട്ടെ. വിഷയത്തിലേക്ക് തിരിച്ചു വരി. 1,24,000 അംബിയാഇന് അല്ലാഹു തആല വഹീന്റെ മഅരിഫത്ത് നൽകിയത് എന്തിന്? ഈ പ്രപഞ്ചത്തിൽ അല്ലാഹുവിന്റെ വഹ്ദാനിയത്തിന്റെ ജമാൽ, അതിന്റെ ജലാലിയത്തും ജമാലിയത്തും ഈ പ്രപഞ്ചത്തിൽ അതിന്റെ അവർണ്ണനീയമായ സൗന്ദര്യം ഹൃദയങ്ങളിൽ നിറക്കുക, അതിനെ സമ്പൂർണമായി അവതരിപ്പിക്കുക എന്നതിനാണ് 1,24,000 അമ്പിയാക്കൾക്ക് അല്ലാഹു വഹീന്റെ മഅരിഫത്ത് നൽകിയത്. എങ്കിലും 1,23,999 ആളുകളും അതിൽ പൂർണ്ണത എത്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഒരാളാണ് അതിൽ പൂർണ്ണത എത്തിച്ചത്. അത് അതമ്മായ പൂർണ്ണതയാണ്, ഏറ്റവും സമ്പൂർണമായ പൂർണ്ണത. അല്ലാഹുവിന്റെ ജമാലിനെയും ജലാലിനെയും, അവന്റെ ജമാലിയത്തിനെയും ജലാലിയത്തിനെയും, അവന്റെ സൃഷ്ടികർമ്മത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ലക്ഷ്യം ഭൂമിയിൽ അവതരിപ്പിക്കുന്നതിൽ എല്ലാവർക്കും കമ്മി വന്നിട്ടുണ്ട്. ഒരാൾ ഒഴികെ. ആ ആൾ ആരാ? അത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് അൽ ഇൻസാനുൽ കാമിൽ മുഹമ്മദ് മുസ്തഫയാണ്. അൽ ഇൻസാനുൽ കാമിൽ, അത് മുസ്തഫ നബിയുടെ പേരുകളിൽ ഒരു പേരാണ് അൽ ഇൻസാനുൽ കാമിൽ, പൂർണ്ണ പുരുഷൻ, പൂർണ്ണ മനുഷ്യൻ മുഹമ്മദ്. അവർക്ക് പറ മുഹമ്മദ്. റസൂലുള്ളാഹിക്ക് ഒരുപാട് പേരുകളുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം ജസൂലി തങ്ങളുടെ ബഹുമാനപ്പെട്ട ദലായിലുൽ ഖൈറാത്തിൽ അസ്മാഉ റസൂലില്ലാഹി ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പേരുകൾ പറയുന്നുണ്ട്. അതിൽ അൽ ഇൻസാനുൽ കാമിലാണ് മുഹമ്മദ് മുസ്തഫ. നബി ഇൻസാനുൽ കാമിലായ ബാക്കിയുള്ളവരൊക്കെ നാഖിസായിരിക്കും. ഇനി പറയേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ട്? അൽ ഇൻസാനുൽ അക്മലായാൽ അതിന്റെ അടിയിൽ കാമിൽ ഉണ്ടാവും. അറബി അടിച്ചവർക്കൊക്കെ അറിയാം. കാമിൽ തന്നെ ഒരാൾ ഉള്ളെങ്കിലോ പൂർണ്ണൻ മുഹമ്മദ് മുസ്തഫ, പൂർണ്ണൻ മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? ബഹുമാനപ്പെട്ട മുഹമ്മദ് അലവി മാലിക്കി തങ്ങളുടെ ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിന് ബഹുമാനപ്പെട്ടവര് മിൻ ഖസായിസി റസൂലില്ലാഹി, അവിടെ ബഹുമാനപ്പെട്ടവര് ആ കിതാബിന് കൊടുക്കുന്ന പേര് അൽ ഇൻസാനുൽ കാമിൽ എന്നാണ്. ആ കിതാബിന്റെ പേര് തന്നെ അൽ ഇൻസാനുൽ കാമിൽ എന്നാണ്. എന്തിനാണ് അതൊക്കെ പറയുന്നത്? ഷെയ്ഖുൽ അക്ബർ മുഹയ്യിദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന് ഒരു കിതാബുണ്ട്. എന്താ കിതാബിന്റെ പേര്? അൽ ഇൻസാനുൽ കാമിൽ. പൂർണ്ണൻ, ഏറ്റവും പൂർണ്ണനല്ല. ഏറ്റവും പൂർണ്ണനാണെങ്കിൽ അടിയിൽ ഒരു പൂർണ്ണൻ വേണ്ടേ? ആ ആൾ തന്നെ ഏറ്റവും പൂർണ്ണൻ, ആ ആൾ തന്നെ പൂർണ്ണൻ. കാമിലും മുഹമ്മദ് മുസ്തഫയാണ്, അക്മലും മുഹമ്മദ് മുസ്തഫയാണ്. അങ്ങനെയാണ്. ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ ഒരൊറ്റ ആളായി തീർന്ന എന്ത് ചെയ്യും? ഒരാളേ ഉള്ളൂ. ബാക്കിയുള്ളവരൊക്കെ കളി തുടങ്ങിയപ്പോൾ തന്നെ ട്രാക്കിൽ വീണുപോയി. പിന്നെന്ത് ചെയ്യും? പിന്നെ ചെയ്യാനുള്ളത് സ്വർണ്ണ മെഡലും വെള്ളി മെഡലും വെങ്കലവും ഒക്കെ ഒരാൾക്കും. ഈ ആൾ ഫസ്റ്റ് ഗ്രേഡ് അല്ലേ, അക്മൽ അല്ലേ? അതെ, അക്മലാണ്. പക്ഷെ പേര് കാമില. എന്തുകൊണ്ട്? താഴെ ഒരു കാമിൽ ഇല്ല. അതുകൊണ്ട് അക്മലാണ് കാമിൽ, കാമിലാണ് അക്മൽ. അപ്പോൾ ഒരു വിഷയം ഉണ്ടാവും. എന്താ വിഷയം? പൂർണ്ണൻ മുഹമ്മദ് മുസ്തഫയാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു
അബ്ദിനെ കൊണ്ട് ഉദ്ദേശിച്ചതിന്റെ പൂർണ്ണത എത്തിക്കാൻ അമ്പിയാക്കൾക്ക് തൗഫീഖ് ഉണ്ടായില്ല, അവർക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അവർക്ക് തൗഫീഖ് ഉണ്ടായില്ല എന്ന് പറയില്ല. അപ്പോൾ പിന്നെ ഒരു കുഴപ്പമില്ല, അവർക്ക് തൗഫീഖ് ഉണ്ടായില്ല. പൂർണ്ണൻ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ വിഷയത്തിന്റെ വളരെ ചിന്തിക്കണം. ഒരു പ്രസംഗത്തിന്റെ ആമുഖമാണ് അതിന്റെ നട്ടെല്ല്. അത് മനസ്സിലായാലേ ആ പ്രസംഗം മനസ്സിലാവും. എന്താ നമ്മൾ പറയുന്നത്? റജബുൻ ഷഹ്റുല്ലാഹ്, റജബ് അല്ലാഹുവിന്റെ മാസമാണ്. ഇനി മഴ വെച്ചാൽ ഇനി എളുപ്പം കഴിഞ്ഞു, ഇനി ചെറിയൊരു പൊട്ടിക്കൽ അവിടെ പൊട്ടിച്ചാൽ മതി. മുത്ത് മുഹമ്മദ് മുസ്തഫയാണ്. അള്ളാഹു ഒരു സൃഷ്ടിയെ കൊണ്ട് ഉദ്ദേശിച്ചതിൽ പൂർണ്ണത എത്തിച്ച സൃഷ്ടി മുഹമ്മദ് മുസ്തഫയാണ്. ആ സൃഷ്ടിയാണ് അള്ളാഹുവിനെ ഒഴിവാക്കിയത്. ആ സൃഷ്ടി ഭൂമിയിൽ വന്ന മാസമാണ് റജബ്. അതുകൊണ്ടാണ് റജബ് അള്ളാഹുവിന്റെ മാസമായത്. അപ്പോൾ റജബ് എന്നാൽ ഷഹ്റു മുഹമ്മദാണ്. അതാണ് ഷഹ്റുല്ലാഹ്. അള്ളാഹു ആരാണെന്ന് ഭൂമിയിൽ അറിയിച്ചു കൊടുക്കുന്നതിൽ ഏറ്റവും വിജയിച്ച അൽ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഒരു സൃഷ്ടിയെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ച കാര്യം ഏറെ വെളിവാക്കിയ ആൾ മുഹമ്മദ് മുസ്തഫ. ആ ഹബീബ് ഭൂമിയിൽ വന്നത് റജബ് 1-നാണ്. അതാണ് റജബ് അള്ളാഹുവിന്റെ മാസമായത്. മുഹമ്മദ് മുസ്തഫ എന്ന ഒളിവ് ആമിന ബീവി എന്ന ആമിന ബിൻത് വഹബ് റളിയല്ലാഹു അൻഹാ, ഉറക്കപ്പറ ആമിന ബിൻത് വഹബ് റളിയല്ലാഹു അൻഹാ, അവരുടെ ഗർഭപാത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ ആ മഹാന്മാർ ആ ഒളിവിനെ പ്രത്യേകമായി ആമോദിച്ച് കൊണ്ടുവന്ന് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിൽ സ്ഥാപിച്ചിട്ടുള്ള ആ ഒളിവ് മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ റഹ്മിൽ പ്രവേശിക്കുന്നത് ആ മാസത്തിൽ. ഏത് ആ റജബ് 1-ന്. ഈ ഒളിവ് കൊണ്ടാണ് അള്ളാഹുവിന്റെ ഒളിവ് ലോകത്ത് ഒളിവായിട്ടുള്ളത്. ആമിന ബീവിയുടെ ഗർഭപാത്രം എന്നാൽ ചെറിയ ഗർഭപാത്രമല്ല. ആ ഗർഭപാത്രത്തിന് വലിയ ഫളിലുണ്ട്. ഈസ പ്രവേശിച്ച ഗർഭപാത്രത്തിന് അല്ലാഹു അലൈഹിസ്സലാം സയ്യിദുന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവേശിച്ച ഗർഭപാത്രത്തിനും അതിലേക്കുള്ള വഴിക്കും അല്ലാഹു തഖ്ദീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വമറിയം ഇബ്നത ഇമ്രാൻ അല്ലതി അഹ്സനത് ഫർജഹാ വനഫഖ്നാ ഫീഹി മിറൂഹിനാ വസദ്ദഖത് ബികലിമാതി റബ്ബിഹാ വകുതുബിഹി وكانت من القانتين ومريم ابنة عمران التي أحصنت فرجها ونفخنا فيه ونفخنا فيه ونفخنا نام أوذي إنما أنا رسول ربك لأهب لك غلاما زكيا. مهانا يا سيدنا جبريل അലൈഹിസ്സലാത്തു വസ്സലാം വഴി ആ ഗർഭപാത്രത്തിന്റെ വാതിൽക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകമായ സന്ദേശം വന്നു. അങ്ങനെ ആ ഗർഭപാത്രത്തിൽ അത് പ്രവേശിച്ചു. വനഫഖ്നാ ഫീഹി മിറൂഹിനാ. ഈ റൂഹിന എന്ന് പറഞ്ഞ ആൾ 4-ാം നമ്പറുകാരനാണെങ്കിൽ 1-ാം നമ്പറുകാരൻ പ്രവേശിച്ച ഗർഭപാത്രത്തിന്റെ ഫള് എത്രയായിരിക്കും? ആ ഗർഭപാത്രത്തിന്റെ ഫള് മനസ്സിലാവുക പരലോകത്താണ്. അതാണ് വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഉലാ. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ആ ഗർഭപാത്രത്തിൽ അത് പ്രവേശിച്ചതെന്നാ? അത് റജബ് 1-നാ. റജബ് 1 മുതൽ പിന്നെ റബീഉൽ അവ്വൽ വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആഘോഷങ്ങളുടെ കാലഘട്ടമാണ്. അങ്ങനെ ആഘോഷം. എന്ത്? ഗർഭം വളരുക. റജബ് ഷഹ്റുല്ലാഹ് വശഅബാൻ ഷഹ്രി റമളാൻ ഷഹ്റു ഉമ്മത്തി. അപ്പൊ റജബ് പ്രധാന മാസം, ശഅബാനോ പ്രധാന മാസം, റമളാനോ പ്രധാന മാസം. എന്റെ ഭ്രൂണം വളരുക ഗർഭപാത്രത്തിൽ. പിന്നെ ശവ്വാലോ? ശവ്വാൽ എന്നാൽ അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്. ഏതാ ഹജ്ജ്? അയ്യാമും മഅലൂമാത്താ. അയ്യാമും മഅലൂമാത്താണ് ഹജ്ജ്. പക്ഷേ അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്. ശവ്വാലും ഹജ്ജ്, ദുൽഖഅദും ഹജ്ജ്, ദുൽഹിജ്ജയും ഹജ്ജ്. എന്റെ ഭ്രൂണം വളരുകയാണ്. എന്റെ ഹജ്ജിനെ ഹജ്ജാക്കുന്നത് ആളാണ് ഗർഭപാത്രത്തിൽ കിടക്കുന്നത്. ഖുദു അന്നി മനാസിക്കക്കും. പിന്നെയോ അപ്പോൾ 6 മാസമായി. ഇവിടെ 3, അവിടെ 3. പിന്നെ മുഹറം. മുഹറത്തിന്റെ കാര്യം പറയണ്ട. മുഹറം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട അല്ലാഹുവിന്റെ ഹബീബിൽ സന്തോഷിച്ച് ഫനാഹായ ആദമിന്റെ മാസമാണ്. സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്
അള്ളാഹുവിന്റെ ദിക്റും സൃഷ്ടിയുടെ ദിക്റും ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് അള്ളാഹുവിന്റെ ദിക്റിൽ ഫനാ ആവുന്ന നേരത്ത് സൃഷ്ടിയുടെ ദിക്റിലും ഫനാ ആയിട്ടുണ്ട് സയ്യിദ്നാ ആദം. ഏതാണ് ആ സൃഷ്ടി? അത് മുഹമ്മദ് മുസ്തഫ. ഏറ്റവും സന്തോഷകരമായ ഒരു സന്ദർഭം വന്നപ്പോൾ പോലും ആ സൃഷ്ടിയായ മുസ്തഫായ നബിക്ക് സ്വലാത്ത് ചെല്ലുകയാണ് മഹാനായ സയ്യിദ്നാ ആദം അലൈഹിസ്സലാം ചെയ്തിട്ടുണ്ട്. ഭ്രൂമണം വളരുകയാണ്. സഫർ, പിന്നുള്ളത് സഫറ. സഫറിനെ ഒരു ഗുരുത്തം കെട്ട മാസമായി പഴയ അറബികൾ മനസ്സിലാക്കിയപ്പോഴാണ് സഫറിൽ ഗുരുത്തക്കേടില്ല എന്ന് മുത്തുനബി സ്ഥാപിച്ചത് മുഹമ്മദ് മുസ്തഫ. എന്തേ? ബിശാറത്ത് വന്ന മാസമാണ് സഫർ. റബീഉൽ അവ്വലോ, റബീഉൽ അവ്വലിന്റെ പേര് തന്നെ റബീഉൽ അവ്വൽ. എന്തുകൊണ്ട്? അവ്വൽ വരുന്ന റബീഅ. ആരാ അവ്വൽ? അല്ലാഹു അവ്വൽ, നബി അവ്വൽ. അനൽ ഹുവൽ അവ്വൽ വൽ ആഖിർ വല്ലാഹിർ വൽ ബാത്തിൻ. സൂറത്തുൽ ഹദീദ് 3-ാമത്തെ വചനം. ഞാനാണ് അവ്വൽ, ഹുവൽ അവ്വൽ ഹുവൽ വൽ ആഖിർ. അല്ലാഹുവാണ് അവ്വൽ, അല്ലാഹുവാണ് ആഖിർ. ഇതേ വാക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി പറയുന്നത് ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു മുസ്തദ്റക്കിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനൽ അവ്വലു വ അനൽ ആഖിർ. ആദ്യത്തെ ആളും ഞാനാണ്, അവസാനത്തെ ആളും ഞാനാണെന്ന് മുഹമ്മദ് മുസ്തഫ. അതിനർത്ഥം എന്താ? സൃഷ്ടി എന്ന നിലയിൽ ആദ്യത്തെ ആൾ ഞാനാണ്, അവസാനത്തെ കാര്യങ്ങളിൽ അധികാരമുള്ള സൃഷ്ടിയും ഞാൻ തന്നെയാണ് മുഹമ്മദ്. അപ്പോൾ അവ്വൽ അല്ലാഹു ഒരു നിലക്ക്, വേറെ നിലക്ക് മുഹമ്മദ് മുസ്തഫയും അവ്വൽ. അപ്പൊ റബീഉൽ അവ്വൽ, ആ അവ്വൽ തന്നെ മുഹമ്മദ് മുസ്തഫ. ഭ്രൂണം വളർന്ന് വന്ന് വികസിച്ചു, പ്രസവിച്ചു. ഈ കാലമാണ്. പിന്നെ റബീഉൽ ആഖിർ. എന്താ റബീഉൽ ആഖിർ? അവ്വൽ കഴിഞ്ഞാൽ പിന്നെ പിരിഞ്ഞു പോകേണ്ടവർക്കൊക്കെ പിരിഞ്ഞു പോവാ. മഹാന്മാരൊക്കെ മരിച്ച മാസം റബീഉൽ ആഖിർ. പിന്നെ പിരിയാം. ശൈഖുനാ ശംസുൽ ഉലമ അടക്കം, ബഹുമാനപ്പെട്ട ഓസുലാം അടക്കം, ഇവരൊക്കെ മരിച്ച മാസമാണ് ഏത്? റബീഉൽ ആഖിർ. കാരണം കല്യാണം കഴിഞ്ഞാൽ പിന്നെ പിരിഞ്ഞു പോകാം. കാണേണ്ടത് കണ്ട പിരിഞ്ഞു പോകാം. എന്താ കാണേണ്ടത്? റബീഉൽ വീണ്ടും കാണണം. ഏതാ റബീഉ? ഏതാ റബീഉ? ഖൽബിന്റെ റബീഉ. ഖൽബിനെ വസന്തപ്പെടുത്തണം. ഖൽബിനെ ഇമാറത്ത്. ഏതാണ് ഖൽബ്? ഖൽബാണ് ബൈത്തുൽ മഅമൂർ എന്ന് സഹൽ ഇബ്നു അബ്ദില്ല. വൽ ബൈത്തുൽ മഅമൂർ എന്ന ആയത്തിന് സഹൽ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന ആയത്ത് വ്യാഖ്യാനം വൽ ബൈത്തുൽ മഅമൂർ. വൽ ബൈത്തുൽ മഅമൂർ. ഏതാ ബൈത്തുൽ മഅമൂർ? ബൈത്തുൽ മഅമൂർ എന്നാൽ ഖൽബുൽ മുഅ്മിൻ. ഇതെന്റെ അഭിപ്രായം അല്ല. മഹാനായ സഹൽ ഇബ്നു അബ്ദില്ല റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട തൂർ അധ്യായത്തിന്റെ അതിന്റെ വൽ ബൈത്തുൽ മഅമൂർ എന്ന 4-ാമത്തെ ആയത്തിന് വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട്. വൽ ബൈത്തുൽ മഅമൂർ ഇമാറത്ത് ചെയ്യപ്പെടുന്ന വീടാണ് സത്യം. ഏതാ ഇമാറത്ത് ചെയ്യപ്പെടുന്ന വീട്? അത് ഖൽബുൽ മുഅ്മിനാണ്. ആ ഖൽബുൽ മുഅ്മിനിനെ ഇമാറത്ത് ചെയ്യണമെങ്കിൽ അവിടെ പണി നടക്കണം. ആ പണി റബീഉൽ നടത്തിയത് മുഹമ്മദ് മുസ്തഫയാണ്. അതിൽ വസന്തമുണ്ടാക്കിയത് മുഹമ്മദ് മുസ്തഫയാണ്. ഉറക്കപ്പറ മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. വേറെയും കിതാബുകളില്ലേ? ഉണ്ട്. ദാവൂദിന് കിതാബുണ്ട് അലൈഹിസ്സലാം, പക്ഷേ ഉലുൽ അസ്മിൽ പെട്ടില്ല. മൂസാ നബിക്ക് കിതാബില്ലേ? ഉണ്ട്, പക്ഷേ ആ ജനത അത് ഏറ്റെടുത്തില്ല. ഈസാ നബിക്ക് കിതാബില്ലേ? ഉലുൽ അസ്മല്ലേ? ആണ്, പക്ഷേ നിർഭയമായി അത് ജനതയെ പഠിപ്പിക്കാനും ഖൽബിനെ ഹയാത്താക്കാനും അവർക്ക് കഴിഞ്ഞില്ല. AD 32 ഈസ ഉയർത്തപ്പെട്ടു പോയി. ഈസ ജനിക്കുമ്പോൾ, സയ്യിദ്നാ ഈസ ജനിക്കുമ്പോൾ അധികാരം ആർക്കാണ്? അധികാരം മഹാനായ സയ്യിദ്നാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ എതിരാളികളാണ് ജെറൂസലേം വാഴുന്നത്. പിലാത്തോസും കൂട്ടുകാരും അവർ തന്നെയാണ് ഈസ ഉയർത്തപ്പെടുമ്പോഴും. അപ്പോൾ ഖൽബിനെ ഹയാത്താക്കാൻ ബഹുമാനപ്പെട്ട ഈസ അലൈഹിസ്സലാത്തു വസ്സലാമിന് കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ ആ റബീഉ നടത്തിയത് മുഹമ്മദ് മുസ്തഫയാണ്. ആ റബീഉ കഴിഞ്ഞ സന്തോഷമാണ് റബീഉൽ ആഖിർ. റജബ് മുതൽ റബീഉ വരെ വളരുന്നതാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ വിഷയത്തിന്റെ ഒരു മർമ്മം തീരുകയാണ്. ഞാൻ നീട്ടുന്നില്ല. റജബുൻ ഷഹ്റുല്ലാഹ്. റ റ റ തുടങ്ങിയത് റ, ഇതും റ, ഇതും റ, അതും റ. റജബിന്റെ ആദ്യത്തെ അക്ഷരം ഏതാ? റജബിന്റെ ആദ്യത്തെ അക്ഷരം റാ. മുത്തനബിയുടെ ആദ്യത്തെ അക്ഷരം ഏതാ? റാ. ഫാത്തിഹയിൽ കെലിമത്തുകൾ എന്ന നിലയിൽ ഒരു കെലിമത്തിന്റെ ആദ്യ അക്ഷരം എന്ന നിലയിൽ കൂടുതൽ പറഞ്ഞത് റാ. പരിശുദ്ധ ഫാത്തിഹ 4 വട്ടം ആവർത്തിച്ചത് റഹ്മത്താണ്. ആ റഹ്മത്തിന്റെ ആദ്യ അക്ഷരം റാ.
റജബിന്റെ അധ്യക്ഷനം, മുഹമ്മദ് മുസ്തഫയുടെ ഓമന പേര്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ മുസ്തഫ. മുഹമ്മദ് മുസ്തഫ. അപ്പോൾ റജബ് അല്ലാഹുവിന്റെ മാസം. നബി അല്ലാഹു തആല മുഹമ്മദ് മുസ്തഫയെ ഭൂമിയിലേക്ക് നൽകിയ മാസം റജബ്. മുഹമ്മദ് മുസ്തഫ തങ്ങൾ അല്ലാഹു വെളിവായ മാസം റജബ്. മുത്തുനബി വെളിവായ മാസം. എങ്ങനെയാ മുത്തുനബി വെളിവാവുക? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. റജബ് അല്ലാഹു വെളിവായ മാസം റജബ്. മുത്തുനബി വെളിവായ മാസം ശഅബാൻ. മുത്തുനബി നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെ വെളിവാവുക? യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ വബ്തഗൂ ഇലൈഹിൽ വസീല. നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യുകയും അല്ലാഹുവിലേക്ക് നിങ്ങൾ മധ്യവർത്തിയെ തേടുകയും ചെയ്യണം എന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ആയത്തിന് എല്ലാ മഹത്തുക്കളും നൽകിയ വ്യാഖ്യാനം ഞാൻ പറയാൻ പോവാണ്. എല്ലാ മഹാന്മാരും, എല്ലാ ആരിഫ്യങ്ങളും, എല്ലാ സുദ്ദീഖീങ്ങളും ഒരു ഡസൻ തഫ്സീറെങ്കിലും ഞാൻ കാണിക്കാം ആവശ്യക്കാർക്ക് വേണ്ടി തന്നാൽ. എന്താ തഫ്സീർ? അല്ലാഹുവിലേക്ക് നിങ്ങൾ മധ്യവർത്തിയെ തേടണം. ഈ ആയത്തിന്റെ തഫ്സീർ എന്താ? മാ മിൻ വസീലത്തിൻ അഅളമ മിനൻ നബിയ്യി ഇലല്ലാഹി മിനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിലേക്ക് വസീലയാക്കാൻ നബിയേക്കാൾ വലിയ ഒരു വസീല ഇല്ല. നിങ്ങൾ അല്ലാഹുവിലേക്ക് വസീലയെ തേടണം. ഈ ആയത്തിന് എല്ലാവരും പറഞ്ഞ വ്യാഖ്യാനം, എല്ലാ മുഫസ്സിറുകളും പറഞ്ഞ, സുന്നത്ത് ജമാഅത്തിന്റെ മുഫസ്സിറുകൾ പറഞ്ഞ വ്യാഖ്യാനമാണ് മാ മിൻ വസീലത്തിൻ അഅളമ മിനൽ നബിയിൽ മുസ്തഫ. അപ്പോൾ അല്ലാഹുവിലേക്ക് നമുക്ക് വസീല വേണം. അതേതാ വസീല? മുഹമ്മദ് മുസ്തഫ. ശരി, കഴിഞ്ഞിട്ടില്ല. എന്താ അടുത്ത വരി? وما من وسيلة إلى النبي صلى الله عليه وسلم أعظم من الصلاة عليه. അല്ലാഹുവിലേക്ക് നബിയേക്കാൾ വലിയൊരു മധ്യവർത്തിയില്ല. നബിയിലേക്കോ وما من وسيلة إلى النبي صلى الله عليه وسلم أعظم من الصلاة عليه. ഒന്നും കൂടെ പറയാം. അല്ലാഹുവിലേക്കുള്ള ഏറ്റവും വലിയ മധ്യവർത്തി മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫയിലേക്കുള്ള ഏറ്റവും വലിയ മധ്യവർത്തിയാണ്. നബിയിലേക്ക് കയറണല്ലോ. അള്ളാഹുവിലേക്ക് എത്തണമെങ്കിൽ നബിയിലെത്തണം. നബിയിലെത്തണമെങ്കിൽ എന്ത് ചെയ്യണം? വമാ മിൻ വസീലത്തിൻ ഇലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഅളമ മിന സ്വലാത്തി അലൈഹി. സ്വലാത്തിന്റെ ആയത്ത് വെളിവായത് പരിശുദ്ധ ശഅബാനിൽ. അപ്പോൾ റജബ് ഷഹ്റുല്ലാഹ്, ശഅബാൻ ഷഹ്രി. അപ്പോൾ റജബും ഷഹ്റു മുഹമ്മദ്, റജബ് ശഅബാനും ഷഹ്റു മുഹമ്മദ്. റമളാനും ഷഹ്റു മുഹമ്മദ്. എന്തുകൊണ്ട്? നഫ്സില്ലാത്ത ഒരാൾക്ക് പിന്നെ ഉമ്മത്തെ ഉണ്ടാവും. അതാണ് റമളാൻ ഷഹ്റു ഉമ്മത്തി. നഫ്സില്ലേ? നഫ്സില്ല. ആർക്ക്? മുത്തനബിക്ക് നഫ്സില്ല. നല്ലേ ഉണ്ട്, ഉണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നഫ്സ് അള്ളാഹുവിന്റെ ദിക്റിൽ ഫനാ ആയി കഴിഞ്ഞതും കൊണ്ടാണ്. എല്ലാ അമ്പിയാക്കന്മാർക്കും പരലോകത്ത് നഫ്സ് വയ്ക്കോ? നഫ്സി 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 നഫ്സി. റസൂലുള്ളാഹിക്ക് നഫ്സില്ല. നഫ്സ് അള്ളാഹുവിന്റെ ദിക്റിൽ ഫനാ ആയി പോയി. പിന്നെ നബിക്ക് ആകെ ഒരു സിസ്റ്റേ ഉള്ളൂ. അതേതാ? ഉമ്മത്ത്. എല്ലാവരും നഫ്സി നഫ്സി എന്ന് പറയുമ്പോ മുത്തുനബി മതി മതി. എന്തേ നഫ്സില്ല? എവിടെ നഫ്സ്? നഫ്സ് അള്ളാഹുവിന്റെ ദിക്റിൽ മുഹമ്മദ് മുസ്തഫ. ഞാൻ അള്ളാഹുവിന്റെ ദിക്റിൽ ഫനാ ആണ് മുഹമ്മദ് മുസ്തഫ. ആ റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ ബാക്കിയാണ് എന്റെ ഉമ്മത്തി. അപ്പോൾ റമളാനു ശഹ്റു ഉമ്മത്തി. ഏതാണ് ഈ ഉമ്മത്തി? ബഖിയ്യത്ത് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റജബ് ശഹ്റു മുഹമ്മദ്, സ്വലാത്തിൽ മൻസൂബ്. ശഅബാൻ ശഹ്റു മുഹമ്മദ്, റമളാൻ ശഹ്റു മുഹമ്മദ്, ശവ്വാൽ ശഹ്റു മുഹമ്മദ്. എന്തുകൊണ്ട്? ഹജ്ജ്. എന്നാൽ ഹജ്ജിനെ ഹജ്ജാക്കിയത് മുഹമ്മദ്. ഹജ്ജിനെ വിളിക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു തൗഫീഖ് നൽകിയത് ലിഅന്നഹു കാന വാലിദ മുഹമ്മദ്. എന്തുകൊണ്ട്? ഫഖറാണ്. അയാളുടെ ഫഖ്റ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഫഖ്റാണ്. എന്ത്? അന്നഹു വാലിദ മുഹമ്മദ്.
റസൂലുള്ളാഹിയുടെ വനിതാണ്. ഒറ്റ മകന് വേണ്ടി മാത്രമേ കഅബാലയം പുതുക്കി പണിതപ്പോൾ ദുആ ചെയ്തിട്ടുള്ളൂ സയ്യിദുനാ ഇബ്രാഹിം. പിന്നെ ഇസ്ഹാഖിനെ പറഞ്ഞത് കൂടെ ഉള്ളത് കൊണ്ട്, ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പറഞ്ഞത് പേരോട്ട് പറഞ്ഞതും ഇല്ല, വേറിട്ട് പറഞ്ഞതും ഇല്ല, അത് കൂടെയുള്ളത് കൊണ്ടാണ്. റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക. എന്നാൽ വേറൊരു മകൻ ഉണ്ട്, അന്ന് തന്നെ അക്കാലത്തൊരു മകൻ വേറെ ഉണ്ട്, സയ്യിദുനാ ഇസ്ഹാഖ്. പറഞ്ഞില്ല, ഇസ്ഹാഖിന്റെ പേര് പറഞ്ഞില്ല, സയ്യിദുനാ ഇബ്രാഹിം. പിന്നെന്താ പറഞ്ഞത്? റബ്ബനാ വബഅത് ഫീഹിം റസൂലാ. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫയെ, എന്റെ ഇബ്രാഹിമിനെ അള്ളാഹു തെരഞ്ഞെടുത്തത് അത് മുഹമ്മദിയത്തിലൂടെ കിട്ടിയതാണ്. അപ്പോൾ ഒരു ശുക്ർ, നന്ദി ഉണ്ടാവുമല്ലോ. അമ്പിയാക്കൾക്കൊക്കെ വലിയ നന്ദി ഉണ്ടാവും. ആരോട്? ഖാലിഖിനോടും ഖൽഖിനോടും. അല്ലം യശ്കുരിന്നാസ ലം യശ്കുരില്ലാഹ്. ജനങ്ങളോട് നന്ദി ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹുവോട് നന്ദി സ്വീകാര്യമല്ല. ഇവിടെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ ഫള് കിട്ടിയത് എന്തുകൊണ്ട്? അത് വാലിദ് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ആ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യൽ ഇബ്രാഹിം നബിയുടെ ഒരു ശുക്റാണ്, വാജിബാണ് അവർക്ക് ശുക്ർ. നമ്മളെ പോലെയല്ല. ഹസനാത്തുൽ അബ്റാരി സയ്യിഅത്തുൽ മുഖറബീൻ. അല്ലാഹു നാഫിഅ ഇൽമിനെ തരട്ടെ. വളരെ ചിന്തിക്കണം. അപ്പൊ ഹജ്ജ് മാസം മൊത്തം ഷുഹൂർ മുഹമ്മദ്. മുഹറമോ പറയണ്ട, ഷഹ്റു ആദം എന്നാൽ അത് മൽഹർ മുഹമ്മദിന്റെ നൂർ വെളിവാവാണ്. മുഹമ്മദ് മുസ്തഫ വജഅലഹു ഫീ സുൽബി ആദം ലമ്മാ ഉഹ്ബിത ഇലൽ അർളി. എവിടെണ്ട്? മങ്കൂസ് മൗലൂദിലല്ലേ. മങ്കൂസ് മൗലൂദിൽ വെറുതെ ഉണ്ടായതല്ല, എല്ലാ ആരിഫീങ്ങളും പറഞ്ഞപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ എടുത്തെഴുതി വെച്ചതാണ്. ഇമാം ഖസ്തലാനിയെ പോലത്തെ മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു മഹാനായ സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം വന്നപ്പോൾ അവരുടെ മുതുകിൽ ഉണ്ടായിരുന്നത് നൂർ മുഹമ്മദിൻ, പുണ്യ മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി വിശദീകരിക്കുന്നില്ല. എന്താ റജബ്? റജബ് നബിയുടെ മാസമാണ്, അതുകൊണ്ട് അള്ളാഹിന്റെ മാസമാണ്. ഒരു ഖൽഖും ഒരു ഖാലിഖും. ചിന്തിക്കണം. ഒരു ഖൽഖും ഒരു ഖാലിഖും, ഒരു സൃഷ്ടിയും ഒരു സട്ടാവും. പൂർണ്ണനായ സൃഷ്ടി, താൻ ഒരു സൃഷ്ടിയെ കൊണ്ട് ഉദ്ദേശിച്ചത് മുഴുവനും ഈ സൃഷ്ടിയിൽ വെളിവായി മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ആ സൃഷ്ടി വന്ന മാസം അല്ലാഹു തന്റെ മാസമായി പ്രഖ്യാപിച്ചു. അതാണ് റജബുൻ ഷഹ്റുല്ലാഹ്. മുഹമ്മദിയത്ത് ഒരാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അയാൾക്ക് റജബ് മനസ്സിലാവില്ല. മുഹമ്മദിയത്തിനെ മാറ്റിയിട്ട് ഒരാൾക്ക് റജബ് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ മനസ്സിലാക്കിയാൽ അവന്റെ ഈമാൻ തെറ്റിപ്പോവും. അല്ലാഹു നമ്മൾ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുവിന്റെ സമ്പൂർണനായ അബ്ദ് വെളിവായി. സമ്പൂർണനായ അബ്ദ് വെളിവായി. ഇബാദത്തിനാണല്ലോ അല്ലാഹു അബ്ദിനെ പടച്ചത്, എല്ലാ അബ്ദിനെയും. അതിൽ സമ്പൂർണ്ണ ഇബാദത്ത് കൊണ്ട് വെളിവായ അബ്ദ് വെളിവായ മാസമാണ് റജബ്. അതുകൊണ്ട് റജബുൻ ഷഹ്റുല്ലാഹ്. ഇത് മനസ്സിലാക്കണം. ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു മനുഷ്യൻ ഖൽബ് കൊണ്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവന് റജബും ഇല്ല, ശഅബാനും ഇല്ല, റമളാനും ഇല്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ അത് റജബാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. മുഖ്ലിസീങ്ങളായ ഇക്റാമിന്റെ അഹ്ലികാരായ ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കുന്ന അല്ലാഹുവിന്റെ അടയാളത്തിൽ നബിയേക്കാൾ വലിയ അടയാളം ഏതാ? ആ നബി വെളിവായതാണ് ബഹുമാനപ്പെട്ട റജബ്. റജബ് ഏറ്റവും ആദരിക്കുന്നത് അത് മുഅ്മിനീങ്ങളെ ഖാസായ ഒരു മനസ്സിലാക്കലാണ്. വലിയൊരു നാള് എല്ലാ സമുദായത്തിനും ഉണ്ട്, ചെറിയൊരു നാള് എല്ലാ മുസ്ലിമീങ്ങൾക്കുണ്ട്. അവൻ മുബത്തദി ആയാലും വേണ്ടില്ല, ആയില്ലെങ്കിലും വേണ്ടില്ല. എന്നാൽ റജബിന്റെ പെരുന്നാൾ സുന്നികൾക്ക് മാത്രം. ആരാ സുന്നികൾ? ഇഫ്തഖറു ബി മുഹമ്മദിൻ, അള്ളമു നൂറ മുഹമ്മദിൻ, വഫ്തഖറു ബിമദ്ഹി മുഹമ്മദിൻ. ഹബീബിന്റെ മദ്ഹ് കൊണ്ട്, ആ മദ്ഹിൽ വെളിവായ ആ മദ്ഹ് കൊണ്ട് ജീവിക്കുന്നവരാണ് ബഹുമാനപ്പെട്ട അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ. അതുകൊണ്ട് സുന്നികളുടെ പെരുന്നാളാണ് സത്യത്തിൽ റജബ്. അതുകൊണ്ടാണ് ഒന്നാം രാത്രി മുതൽ തന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ. അല്ലാഹു തൗഫീഖ് തരട്ടെ.